നാരായണൻകുട്ടി, ശ്വേത, അടിപൊളി. നമ്മുടെ ഡുവറ്റ് റൗണ്ട് ഒരു വല്ലാത്ത റൗണ്ടാണ് അല്ലേ? ഭയങ്കര രസം അല്ലേ? യുദ്ധമാണ്, യുദ്ധക്കളം. ഇത് കേട്ടോണ്ടിരിക്കുന്ന നമുക്കാണ് ശരിക്കും നമ്മളാണ് ഇതിനകത്ത് അനുഭവിക്കുന്നത്. ഒന്ന് നാരായണി പാടും, നമ്മൾ നാരായണി നോക്കണം. ശ്വാസം എടുക്കുന്ന സമയത്ത് ശ്വേത പാടും, ശ്വേത നോക്കണം. നേരത്തെ പാട്ട് പാടി കഴിഞ്ഞപ്പോ ജീവ പറഞ്ഞല്ലോ, ഒരാൾ തെറ്റിച്ച മറ്റാൾ തെറ്റിക്കുന്നത് അത് ഇവര് കുറച്ച് കാര്യമായിട്ട് എടുത്തു തോന്നുന്നു. രണ്ടാളും നന്നായിട്ട് തെറ്റിച്ചു, മത്സരിച്ചായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും അവരുടെ മാക്സിമം അവര് കൊടുത്തോന്ന് ചോദിച്ചാൽ ഇതിൽ നന്നായിട്ട് അവർ പ്രാക്ടീസിന് പാടിയിരുന്നു കേട്ടോ. അതുണ്ട് ഒരു പോയിന്റ്. സംഗതികളൊക്കെ നന്നായിട്ട് പാടി, എന്നാലും കുറച്ചുകൂടി ഒന്ന് ഈസി ആയിട്ടൊന്ന് പാടായിരുന്നു തോന്നി. ഞാൻ ഫസ്റ്റ് ശ്വേത പാടിയ ഹമ്മിങ്ങിന് ശേഷം പാടിയ ഹമ്മിങ് ഒന്നും സ്റ്റഡി ആയില്ല. സ്വർണ്ണമീൻ കണ്ണാളേ അത് വരാണ്ടായിരുന്നു. അതുപോലെ പിന്നെ രണ്ടുപേരും കൂടി പാടിയപ്പം വാ വാ പറയുന്നിടത്ത് ചെറുതായിട്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ അതിന് ശേഷം പാടുന്ന ഹമ്മിങ്ങിൽ കുറച്ച്, പിന്നെ ഉറുമാലിൻ്റെ ചുറുമാലായിപ്പോയി. അങ്ങനെ ഒരുപാട് അങ്ങനെ പറയുന്നില്ല, കാരണം ഇത് അത്രയും ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. മെയിൽ ശബ്ദത്തിൽ കേട്ട ഒരു പാട്ടിൻ്റെ ഒരു വലിയ പോർഷൻ ഫീമെയിൽ പാടുമ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇവർ അസാധ്യമായിട്ട് തന്നെ പാടിയിട്ടുണ്ട് രണ്ടുപേരും. ഇനി ശ്വേതയുടെ പറയാം. സ്വർണ്ണമീനിൻ്റെ അത് പാടിയില്ലേ അവിടെ. അതുപോലെ ലാസ്റ്റ് വരി ഒന്ന് മാറിപ്പോയി, ചരണത്തിലുള്ള സപ്തസ്വരരാഗ അതിൻ്റെ മുമ്പത്തെ വരിയാണ് പാടിയത്. പിന്നെ ലാസ്റ്റ് ഹമ്മിങ് കൈവിട്ടുപോയി. അങ്ങനെ കുറച്ച് രണ്ടുപേരും ഒരുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. എനിക്ക് പാട്ട് തുടങ്ങിയ തൊട്ട് കേട്ടപ്പോൾ തെറ്റുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നമ്പർ ഓഫ് തെറ്റുകൾ കുറച്ച് കുറവ് ഇവളുടെയാണ് എനിക്ക് തോന്നിയത്. ശ്വേതയുടെയാണ് കുറച്ച് തോന്നിയത്. മോളുടെ കുറച്ചും കൂടെ, പക്ഷേ മോളുടെ എന്താണെന്ന് വെച്ചാൽ ഈ കവ്വാലി സോങ്ങിൻ്റെ ഒരു വോയിസ് പ്രൊഡക്ഷൻ ഉണ്ട്, അത് ഭയങ്കര രസമായിരുന്നു മോളുടെ, അല്ലേ? അവളുടെ ആ ഒരു ത്രോയും അതൊരു ആ സ്റ്റൈൽ ഭയങ്കര രസമായിരുന്നു. ശ്വേത നാരായണി രണ്ടുപേരും ഒരു അഴകായിരുന്നു. ഈ ഒരു പെർഫോമൻസ് ഭംഗിയായിരുന്നു. എനിക്ക് ടോട്ടാലിറ്റി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ടെക്നിക്കാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരുടെ രീതിയിലുള്ള ഫ്ലോസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് രണ്ടുപേരുടെ ആയിട്ടുള്ള ഭംഗിയും ഉണ്ടായിരുന്നു. രണ്ടും പുലിക്കുട്ടികളാണ്, ഒന്നും പറയാനില്ല. ഇങ്ങനൊരു സ്റ്റേജിൽ ഇത്രയും നന്നായിട്ട് ഈ പാട്ട് പാടിയല്ലോ, അതിന് ഹാറ്റ്സ് ഓഫ്. ഭയങ്കര ടഫായിട്ടുള്ളൊരു സോങ്ങാണ്. പിന്നെ ഓഫ് കോഴ്സ് ചേച്ചിയുടെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. വോക്കൽ പ്രൊഡക്ഷൻ, നാരായണിയുടെ ആ ത്രോ ഉണ്ടല്ലോ, ചില ഭാഗങ്ങൾക്ക് ആ കവ്വാലിക്ക് മെയിനായിട്ട് വേണ്ട ഒരു ത്രോ ഉണ്ട്, അത് നാരായണിയുടെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ആ വോക്കൽ പ്രൊഡക്ഷനും മോളുടെ അത് ക്ലീൻ ആയിട്ട് കുറേ ഭാഗങ്ങളായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളും ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, കണ്ടിന്യൂഷനാണ്. ഒരാൾ പാടി തീർക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത ആൾ അതിൽ കയറി പിടിക്കണം, എന്നിട്ട് അയാൾ പാടി തീർക്കുന്നതിന് മുമ്പ് അടുത്ത ആൾ അതിൽ കയറി പിടിക്കണം. നാരായണൻകുട്ടിയുടെയും ശ്വേതയുടെയും ഈ ഡുവറ്റ് പെർഫോമൻസിൻ്റെ ടോട്ടൽ മാർക്സിലേക്ക് പോകാം നമുക്ക്. ആദ്യം ശ്വേതയുടെ ടോട്ടൽ മാർക്സ് ഔട്ട് ഓഫ് 100. ഔട്ട് ഓഫ് 100 അതാണ് ശ്വേതയുടെ മാർക്സ്. ഓക്കെ ശ്വേത, ഇനി നമുക്ക് അറിയാനുള്ളത് നാരായണൻകുട്ടിയുടെ മാർക്സാണ്. അതിൽ ആ മാർക്ക് 97-ൽ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ശ്വേത ബാക്ക് ടു 0, നാരായണൻകുട്ടി ഒന്നാമത്തെ റാങ്കിൽ അല്ലേ? അപ്പോൾ ലെറ്റ്സ് സീ. നന്നായിട്ട് പ്രാർത്ഥിച്ചോ. നാരായണൻകുട്ടിയുടെ പെർഫോമൻസിൻ്റെ ടോട്ടൽ മാർക്സ് ഔട്ട് ഓഫ് 100.
96.5 ആണ് നാരായണൻകുട്ടിയുടെ ഈ പെർഫോമൻസിന്റെ ടോട്ടൽ മാർക്ക് ഔട്ട് ഓഫ് 100. ഇതില് ശ്വേതയ്ക്ക് 97, നാരായണി 96.5. സോ ഈ പെർഫോമൻസിൽ നാരായണിക്ക് മാർക്സ് ഇല്ല. ഓക്കെ, ഇനി നമുക്കൊരു സോളോ റൗണ്ട് ഉണ്ട്. അതിൽ ആഞ്ഞു പിടിക്കുക. ഗോപിച്ചേട്ടാ, ഗോപിച്ചേട്ടാ 96.5 എന്ന മാർക്കിനോട് ഗോപിച്ചേട്ടൻ ആ മാർക്കിന് അപ്പീൽ ചെയ്തിരിക്കുകയാണ്. പോയി. അതെ, എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ രണ്ടുപേരും ഒരേപോലെ മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കും ആ അഭിപ്രായമാണ്. ഇതിനെ ഇനിയിപ്പം ഓവറായിട്ട് ചകഞ്ഞു കഴിഞ്ഞാൽ ദർ വിൽ ബി ഇനിയും ഉണ്ടാവും. പക്ഷേ എനിക്ക് ഒറ്റ നോട്ടത്തിൽ എനിക്ക് രണ്ടുപേരെയും ഇതിപ്പോൾ എനിക്ക് ഓക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് ഒരാൾ വന്നിട്ട് വാവ്, മറ്റൊരാൾ വന്നിട്ട് ഓക്കെ എന്ന് തോന്നണം. ഇത് രണ്ടുപേരും ഓക്കെ എന്നുള്ള ഫീലാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ അപ്പീൽ വരുന്നത്. ഓക്കെ, ഗ്രാൻഡ് ജൂറി. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത് എപ്പോഴും സംഭവിക്കണമെന്നില്ല. അടുത്ത ഡുവറ്റ് പെർഫോമൻസിൽ വരുന്നവർ മാക്സിമം നന്നായിട്ട് പാടുക, മാക്സിമം നന്നായിട്ട് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ശ്വേത, നാരായണൻകുട്ടി, നമുക്ക് സോളോയിൽ പൊളിക്കാം. ഓക്കെ.